ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂഡി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പം നമ്മളിന്ന് നോക്കുന്നത് ഉടുപ്പി സ്പെഷ്യാലിറ്റീസ്, ഉടുപ്പിയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കർണാടകയിലെ ഒരു ജില്ലയും അതോടൊപ്പം ജില്ലാ ആസ്ഥാനവും കൂടിയാണ് ഉടുപ്പി. കർണാടകയിലെ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നാണ് ഉടുപ്പി എന്നത്. ഉടുപ്പിയുടെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 68.23 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2,15,500 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഉടുപ്പി കർണാടകയിലെ തന്നെ അനുദിനം വളരുന്ന നഗരങ്ങളിലൊന്നാണ് ഉടുപ്പി എന്നത്. കർണാടകയിലെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഉടുപ്പി. പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് ടെമ്പിൾ സിറ്റി എന്ന പേരിലും അറിയപ്പെടുന്നു. ക്ഷേത്രമുള്ളതുകൊണ്ട് തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഉടുപ്പി എന്നത്. രജതപീഠം ശിവല്ലി എന്ന പേരിലും ഉടുപ്പി അറിയപ്പെടുന്നു. തുളു ഭാഷയിൽ ഉടുപ്പി എന്ന പേരിലാണ് ഉടുപ്പി അറിയപ്പെടുന്നത്. ഉടുപ്പിയുടെ ചരിത്രം നോക്കുമ്പോൾ 13-ാം നൂറ്റാണ്ടിലാണ് വൈഷ്ണവ സന്യാസി മതാചാരിയാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥാപിച്ചത്. അതിനുശേഷം ഇവിടേക്ക് നിരവധി ബ്രാഹ്മണർ കുടിയേറി. ഇന്ന് ജനസംഖ്യയുടെ 10%-ലധികം ബ്രാഹ്മണരാണ് ഇവിടെ താമസിക്കുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1956 കർണാടക സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കർണാടക സംസ്ഥാനത്തോട് ചേരുകയായിരുന്നു ഉടുപ്പി എന്നത്. മംഗലാപുരത്ത് നിന്നും 55 കിലോമീറ്ററും ബാംഗ്ലൂരിൽ നിന്നും 442 കിലോമീറ്ററും മൈസൂരിൽ നിന്നും 310 കിലോമീറ്ററും കാസർഗോഡ് നിന്നും 105 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. ഉടുപ്പി ടെമ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന ഉടുപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.